നാളെ രാവിലെ കൃത്യം 3 മണിക്ക് ഡേ ലൈറ്റ് സേവിങ് ടൈം എൻഡ് ചെയ്യാൻ പോവാണ്. അതായത് 3 മണിയാകുമ്പോൾ ടൈം വീണ്ടും 2 മണിയിലേക്ക് പോകും. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ പറയാം. മിക്ക യൂറോപ്യൻ കൺട്രീസിലും ഡേ ലൈറ്റ് സേവിങ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എല്ലാ വർഷവും മാർച്ചിലെ ലാസ്റ്റ് സൺഡേ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡേ ലൈറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോർമൽ ടൈമിൽ നിന്നും 1 അവർ കട്ട് ചെയ്യും. അന്ന് രാവിലെ 1 മണി കഴിഞ്ഞ് 2 മണി ആവേണ്ടതിന് പകരം 3 മണിയാവും. എനർജി കൺസപ്ഷൻ കുറയ്ക്കുന്നതിനും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ഡേ ലൈറ്റ് അവേഴ്സ് കൂടുതൽ കിട്ടുന്നതിനും വേണ്ടിയാണ് ഇങ്ങനൊരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്തു പോരുന്നത്. 1916 ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ എനർജിയും ഫ്യൂവലും ഒക്കെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിയാണ് ഈ ഒരു സിസ്റ്റം ഫസ്റ്റ് പ്രാക്ടീസിൽ കൊണ്ടുവരുന്നത്. പിന്നെ മറ്റ് പല കൺട്രീസും ഇത് ഫോളോ ചെയ്യുമായിരുന്നു. ഐസ്ലാൻഡ്, റഷ്യ, ബെലറീസ് ആൻഡ് ടർക്കി ഈ 4 രാജ്യങ്ങളാണ് ഇപ്പോഴും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാതെ വരുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഡേ ലൈറ്റ് സേവിങ് ടൈം എൻഡ് ചെയ്യുന്നത് നാളെ രാവിലെ 3 മണിക്കാണ്. 3 മണി കഴിഞ്ഞ് 4 മണിയിലേക്ക് പോകേണ്ടതിന് പകരം വീണ്ടും 2 മണിയിലേക്ക് പോകും. അതുകൊണ്ട് നാളെ മുതൽ ക്ലോക്ക്സ് എല്ലാം സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് ഫോൾ ബാക്ക് ചെയ്യും. അപ്പോൾ നാളെ മുതൽ ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ 4.5 hours ആണ് ടൈം ഡിഫറൻസ് വരുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ലാഭമായിരിക്കുമോ അതോ നഷ്ടമായിരിക്കുമോ? ഇതിനെക്കുറിച്ച് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുമോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.